എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എനിക്കും സുഖമാണ്. ഞാൻ 2 ദിവസം ജോലി സ്ഥലത്തു നിന്ന് എൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ. വീടെന്ന് പറയാൻ എൻ്റെ വീട്ടിൽ ആരുമില്ല, അമ്മയില്ല. അമ്മയ്ക്ക് സുഖമില്ലാതെ അനിയത്തി കൊണ്ടുപോയതാണ്. ഞാനും അമ്മയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുറേ ആൾക്കാർ ഒന്നിച്ചായിരുന്നു തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് സ്ഥലം മാറി പോവുകയും അവർ വേറെ സ്ഥലം മേടിച്ച് വീട് വെച്ച് അവർ ഓരോരുത്തരും മാറിപ്പോയി. ലാസ്റ്റ് വന്നപ്പം ഞാനും അമ്മയും മാത്രം താമസിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഞാൻ പണിക്കൊക്കെ പോകും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അമ്മയ്ക്ക് സുഖമില്ലാതെയായി. അപ്പം അനിയത്തി കുറേ നാൾ അമ്മ സ്വന്തം താമസിച്ചു. ഞാനിങ്ങനെ കുറച്ച് ദൂരേക്കൊക്കെ പണിക്ക് പോകും. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ എല്ലാം അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പം അങ്ങനെ പണിക്ക് ഞാൻ കുറച്ച് ദൂരേക്കൊക്കെ പോയി. നമ്മുടെ അടുത്തൊക്കെ പണിയെടുത്താലൊന്നും ശമ്പളമൊന്നും വളരെ കുറവല്ലേ. അപ്പം നമുക്കതുകൊണ്ടൊന്നും ഒരു നേട്ടമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ കുറച്ച് ദൂരേക്കൊക്കെ പണിക്ക് പോകും. പോയി തുടങ്ങുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമായിരുന്നു. അന്നേരം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു. ചോറൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ദിവസം തല കറങ്ങി അമ്മ ബാത്റൂമിൽ വീണു. ഉച്ചവരെ അവിടെ കിടന്നു, ആരും അറിഞ്ഞില്ല. അങ്ങനെയായപ്പം അനിയത്തി പറഞ്ഞു, ചേച്ചി ഞാൻ എന്നാലങ്ങ് കൊണ്ടുപോകും അമ്മേനെ കുറച്ച് നാൾ. ചേച്ചിക്ക് ഒരു വീടൊക്കെ ആകുന്നവരെ അമ്മേനെ കൊണ്ടുപോയി ഞാൻ നോക്കാം, അത് കഴിയുമ്പം ചേച്ചി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനും ഒറ്റയ്ക്ക്, എനിക്കും കൂട്ടില്ലല്ലോ. അപ്പോൾ അമ്മയും ഞാനും ഒരു കൂട്ട്. അങ്ങനെ വിചാരിച്ച് അനിയത്തി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങളാണ്. എന്നും ഹോസ്പിറ്റലിൽ പോകണം. ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അതിനെ എടുത്തിട്ടാണ് ഇവൾ അമ്മേനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പം അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പണിക്ക് പോവുകയാണേ. ഞാൻ പണിക്ക് പോകാതിരുന്ന എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. എനിക്ക് ഒരുപാട് കടം എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ജനിച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു പണിയെടുക്കുന്ന ആ കാലമായപ്പോൾ മുതൽ എൻ്റെ ചുറ്റും കടം മാത്രമാണ്. കല്യാണം കഴിച്ച് വിട്ടിട്ടും അത് തന്നെയാണ് സ്ഥിതി. പിന്നെ കടത്തിൻ്റെ കൂടുമൊക്കെ അങ്ങനെ ആണ് 5 സെൻറ്റ് സ്ഥലം വാങ്ങി അതിലൊരു വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ അത് ആകട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ അമ്മേനെ ഇരുട്ടിയാണ് എൻ്റെ അനിയത്തിൻ്റെ വീട്. അവൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പണിക്ക് പോയിരുന്നു. അപ്പോൾ പണിയൊക്കെ എടുത്ത് വീടിൻ്റെ പണി പൂർത്തിയാക്കിയാൽ പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട്. പൂർത്തിയാക്കിയാൽ അമ്മയെ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ അടുത്തൊക്കെ പണിക്ക് പോകും. ഇപ്പം ഞാൻ കുറച്ച് ദൂരെ കോഴിക്കോട് പോവും, കണ്ണൂർ പോവും. അങ്ങനെയൊക്കെ പണിയെടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന. ആ വീടിൻ്റെ കുറച്ച് ഭാഗം പണിയും കൂടെ ഇങ്ങനെ 3/4 ഭാഗം പണി കിടക്കുന്നുണ്ട്. എന്നാലും ഞാൻ അത്രയും വരെ എത്തിച്ചല്ലോ എന്നുള്ള വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ പണിയെടുത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അത്രയും വരെ. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ 3 ദിവസം പണിക്ക് ഇവിടെ ഇല്ല. പണി സ്ഥലത്തു നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. വീട്ടിൽ ചെന്ന് അവിടെ 3 ദിവസം അവിടെ നിന്നു. അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ്, കുട്ടികളും എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിന് നല്ല സന്തോഷമുള്ള കുറച്ച് സമയങ്ങളാണ്. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പകലൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടി പഞ്ചായത്തിലും അതിലൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരം വീട്ടിൽ വരും, എന്തെങ്കിലും കഴിക്കും, കിടന്നുറങ്ങും, നേരം വിളക്കുമ്പോൾ പിന്നെ പോകും. അങ്ങനെ 2 ദിവസം എൻ്റെ അങ്ങനെ പോയി. 3-ാം ദിവസം ഞാൻ ജോലി സ്ഥലത്ത് വന്നു. അപ്പം ഞാൻ ജോലി സ്ഥലത്താണുള്ളത്, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ വീട് ശരിയാകാൻ വേണ്ടിയിട്ടും. എല്ലാവരും പ്രാർത്ഥന നമുക്ക് വളരെ നല്ല ഒരു എനർജി തന്നെ തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ വീടിന് വേണ്ടിയിട്ട്, വീട് വേഗം ശരിയാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന ഞാൻ സ്വീകരിക്കും. എല്ലാവരും പ്രാർത്ഥന ഞാൻ 2 ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതലും മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പം നമുക്കത് നല്ല അനുഭവം കിട്ടും.
അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറുള്ളത്. അപ്പം ഞാനിപ്പോൾ ജോലി സ്ഥലത്ത് വന്നു, അമ്മയുടെ അടുത്ത് വന്നു. അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. 6 മണിക്ക് ഭക്ഷണം കഴിക്കും. അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അമ്മ കഴിച്ചു. അമ്മ അവിടെ TV കാണുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ കുറച്ചൊന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് വളരെ സന്തോഷമായി നിങ്ങളോട് സംസാരിച്ചപ്പം. ഞാൻ ഹാപ്പിയാണ്. ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാവുമല്ലോ, ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എല്ലാവരും പ്രാർത്ഥന വേണം. എല്ലാവരും സ്നേഹത്തോടെ. ഹായ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.